ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ നമുക്ക് കിച്ചണിക്ക് പുതിയൊരു വേലക്കാരി ജാനും എത്തിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിതാ മൾട്ടി പർപ്പസ് ഇലക്ട്രിക് കെറ്റിലാണ് കേട്ടോ. അപ്പം അതിനിങ്ങനെ ഒരു ലിഡ് വരുന്നുണ്ട്. പിന്നെ ഇതാ കൂടെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റീമറും വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഞാൻ വഴിയെ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കേക്കും വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഇതാ ഇങ്ങനെ ഒരു ട്രേ ഉണ്ട് കേട്ടോ. ഇത് ഈ വടി ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഉള്ളതാണ്. അതാവുമ്പോൾ നമുക്ക് കൈ കൊള്ളാതെ ഈ ട്രേ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ ഒരു ഗ്രില്ലും വരുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നടക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡും അതിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ. നമുക്കിതൊക്കെ മാറ്റി വെച്ച് ആദ്യം നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം കഴിക്കാം. മിനിമം മാക്സിമം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തേക്കണം കേട്ടോ ഇതിൽ. അപ്പോൾ ഇതിൻ്റെ അടിവശം നമ്മൾ സാധാ കെറ്റിലുണ്ടല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കണേ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും ഉള്ളിലേക്ക് വെള്ളമാവാതെ നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമായാൽ പിന്നെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ള കേബിൾ കുറച്ച് നീളമുള്ള കേബിളാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അതിൻ്റെ ഉള്ളൊന്ന് ആദ്യം നമ്മൾ ഉപയോഗിക്കല്ലേ അപ്പോൾ ഒന്ന് കഴുകിക്കൊണ്ട് നിൽക്കണേ. ഞാൻ ആദ്യം അതിൽ മുട്ട ബോയിൽ ചെയ്ത് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ലേനി കേട്ടോ. പക്ഷെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അടിക്ക് പിടിക്കുമോ എന്നൊക്കെ ഒരു പേടിയില്ലതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചതാണ്. ഈ ഒരു ട്രേയിൽ 6 മുട്ട കൊള്ളു കേട്ടോ. ആ ഒരു രീതിയിലാണ്. അപ്പം ഞാനിപ്പോൾ ഒരു 4 മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചെടുത്തിക്കണേ. അപ്പോൾ ബിസ്മിൻ ചൊല്ലി നമ്മളെ കെറ്റിൽ ഉദ്ഘാടനം കഴിച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കെറ്റിൽ ഓൺ ആകുമ്പോൾ ചെറിയൊരു ബ്ലൂ കളറിൽ ലൈറ്റ് കത്തും കേട്ടോ. അപ്പോൾ ഇവിടെ ഓഫാക്കാനും പിന്നെ 2 മോഡിൽ ഇതാക്കാനും ഉള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ മുട്ട നമുക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 10 മിനിറ്റ് ആണ് കേട്ടോ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെള്ളം തിളക്കണതൊക്കെ നമുക്ക് ഗ്ലാസിൻ്റെ ലിഡായതുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് മൂടി തുറന്നിട്ട് ചേർത്ത് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ചൂടാവണമെന്നില്ല കേട്ടോ. ഇത് ഈ പിടിക്കണ ഭാഗം ഇങ്ങനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നീണ്ട കോല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ അതിൽ കേക്ക് ട്രേ അല്ലേനോ. അപ്പോൾ ഒരു എഗ്ഗ് കേക്ക് എന്നോ എഗ്ഗ് പുഡിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിന് ശരിക്കുള്ള പേര് വട്ടലപ്പാണ്. അപ്പം ഞാനൊരു 3 മുട്ട ഒരു ബോൾക്ക് പൊട്ടിച്ച് വെച്ചിരിക്കണേ. പിന്നെ അതിക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചതും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഞാനെന്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണേ. ഇത് വട്ടലപ്പം എന്നാണ് ഇതിന് പറയാ. ഇവിടെ മക്കൾ എഗ്ഗ് കേക്കാണെന്നാണ് പറഞ്ഞത്. എഗ്ഗ് 3 ഇട്ടതുകൊണ്ട്. അപ്പോൾ ഞാനതൊന്ന് നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ട്രേ. കാണാൻ ചെറുതാണെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. ഇതൊരു പൂവിൻ്റെ ഷേപ്പിലാണ്. അതുകൊണ്ട് നമ്മളിതിൽ ഉണ്ടാക്കുന്ന സാധനം നല്ലൊരു ഭംഗിക്ക് കിട്ടും ചെയ്യും. പിന്നെ ഞാനിതാ ആ ട്രേയിൽ ഒരിത്തിരി നെയ്യ് തടവിയിട്ട് നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാനത് മുഴുവൻ ഇതിൽ കൊള്ളൂലെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ ഇതൊരു ചെറിയതാണല്ലോ. അപ്പോൾ ഇതൊന്ന് കെറ്റിലൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ അരി വേവിച്ചതിനല്ലോ. അപ്പൊ കെറ്റില് കഴുകുമ്പോൾ അതിന്റെ അടിഭാഗത്തേക്ക് വെള്ളാവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ അതിക്ക് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിക്കണേ. എന്നിട്ട് പിന്നെ ആ ഗ്രില്ലുണ്ടല്ലോ അത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് ഈ പാത്രം വെക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് അതിൽ കുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പൊ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതില്ലാത്തതുകൊണ്ട് ഞാനൊരു മൂടി വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മളെ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിക്കണം കേട്ടോ. പിന്നെ ഇത് ഗ്ലാസിന്റെ ലിഡ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. വെള്ളം അടിയിലുണ്ടോയെന്ന് നമുക്ക് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി ട്യൂപ്പിക്കൊണ്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ സംഗതി വന്നിട്ടുണ്ടേനി. അപ്പൊ പിന്നെ ഞാൻ പുറത്തെടുത്തു കേട്ടോ. ഇത് അങ്ങനെ കിട്ടി പെട്ടെന്ന് ചൂട് ആവണമൊന്നുമില്ല കേട്ടോ. കയ്യുമ്മ ചൂട് കയറാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ഒരു കഷ്ണമൊന്നും ഇല്ലാതെ എടുത്തത്. പിന്നെ നമ്മളെ പാത്രത്തിൽ അടിയിൽ ഒട്ടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അതാ ഞാൻ പാത്രത്തിൽ തട്ടി പാടനെ ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. ഇതിങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ വട്ടലപ്പാണ്. നമ്മള് തട്ടുമ്പോ തന്നെ കണ്ടോ ഇങ്ങനെ ബുളുബുളു ബുളുബുളു നെല്ലിക്കും. വായിലിട്ട് അലിഞ്ഞു പോണ ആ ഒരു രീതിയിൽ.
അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് അതും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഞാന് വൈകുന്നേരത്ത് നമ്മളെ സ്റ്റീമറിലൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അപ്പൊ അതും കൂടി ഒന്ന് സ്റ്റീം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഞാന് കുറച്ച് പൂവടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പൂവടക്കുള്ള ഞാൻ മൈദയിലാണ് കുഴച്ചത്. അത് ഞാൻ മോമോസിന്റെ പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ എന്ന് പരീക്ഷിച്ചതാ. പക്ഷേ മോമോസും മൈമോസും ഒന്നും ആയില്ല ട്ടോ. വെറുതെ ഞാനതിമ്മെ കുറച്ച് നേരം പണിയെടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതേ ശരിക്കും രാത്രി 10 മണിക്കാണ് ട്ടോ. ആകെ കിളി പോയി നിൽക്കുന്ന സമയത്ത് ഈ ജാതി പരിപാടിയൊക്കെ കാട്ടണ കണ്ടിട്ട് എനിക്ക് എന്നോടന്നെ താല്പര്യാന്ന് വരുന്നുണ്ടേനു. പിന്നെ ഈ സമയത്ത് എനിക്ക് കൂടിത്തരാന് അജിക്കുട്ടനും കൂടി കൂടിണ്ടേനിട്ടാ. അങ്ങനെ ഞങ്ങള് മൈമോസ് ഉണ്ടാക്കാൻ നോക്കി. എന്തായാലും നടക്കാത്ത സ്ഥിതിക്ക് പിന്നെ ഞാനതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ടേനി ട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങള് ഒരു എന്താ പറയാ പൂവട ഞങ്ങളൊരു ഉണ്ടടാക്കി മാറ്റിയിട്ടുണ്ടേനി ട്ടോ. ഇതിപ്പോ ഉണ്ടാന്നും പറയാൻ പറ്റൂല. നമ്മള് പൊറാട്ടന്റെ മാവിന്റെ ഷേപ്പ് പോലെ കുഞ്ഞുട്ടി വന്നപ്പോ ചോദിച്ചേനി ഇതെന്താ ഈ നട്ടപ്പാതിരക്ക് പൊറാട്ടയാണ് ഉണ്ടാക്കണത് എന്നുള്ളത്. അങ്ങനെ എന്തായാലും നമ്മളെ ഈ സ്റ്റീമറിൽ ഞാനൊന്ന് കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുത്തീനി ട്ടോ. ഇനിയിപ്പോ അടിയിൽ ഒട്ടി പിടിക്കോ എന്നറിയില്ലല്ലോ അതുകൊണ്ട്. അപ്പൊ പിന്നെ ഞാൻ അത് അതിക്ക് ഇതൊക്കെ നിരത്തി വെച്ചു. ഈ സ്റ്റീമർ എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഞാൻ മറ്റേ ഇഡ്ഡലി ചെമ്പിൽ ആണല്ലോ ആവി കയറ്റിയെടുക്കല്. അപ്പൊ ഞാനത് നിരത്തി വെച്ചു കൊടുത്തു. പിന്നെ ദാ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനി ട്ടോ. അതിക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുത്ത് 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഒരു 15 മിനിറ്റ് ഒക്കെ വേവിച്ചിട്ടുണ്ടേനി ട്ടോ. കാരണം ഇത് മൈദ മാവിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിനിയത്. അതുകൊണ്ട് അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ സംഗതി വെന്ത് വന്നിട്ടുണ്ടേനി ട്ടോ. ഇനി നമുക്കിത് ഓഫാക്കി കൊടുക്കാം. ഇത് സംഗതി ഞാൻ 4 മണിക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സെനിക്കുട്ടന് വയ്യായ്കയും ഹോസ്പിറ്റലിൽ പോക്കും ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ രാത്രി 10 മണിക്ക് നീണ്ടതാണ് കേട്ടോ ഈ കുക്കിംഗ്. അപ്പോൾ രാത്രി 10 മണി ആയതുകൊണ്ട് തന്നെ ഒരിത്തിരി ചായയൊക്കെ ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ സഹകരിക്കാം എന്ന് കെട്ടിയോൻ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. എന്തിനാ ചായ, ബൂസ്റ്റ് തന്നെ അങ്ങോട്ട് കലക്കി കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ഞാനും കെട്ടിയോനും കുത്തിർന്നിട്ടാണ് അത് ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിനിയത് കേട്ടോ. അപ്പൊ അങ്ങനെ മൾട്ടി പർപ്പസ് ആണ് കേട്ടോ നമ്മൾ കെറ്റില് കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ അത് കഴുകണതും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഈ കെറ്റില് കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന്റെ ഈ ഉള്ളിക്ക് വെള്ളം ആവാതെ നോക്കിയാൽ മതി കേട്ടോ അടിഭാഗത്തേക്ക്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഒന്നായിട്ട് പൈപ്പിൽ തുറന്നിട്ട് അങ്ങനെ കാണിച്ചിക്കാണ്ട് കഴുകണ്ട. കാരണം അതിൻ്റെ അടിക്കൊക്കെ വെള്ളമാവും. നമ്മളിത് കഴുകണ സമയത്തൊന്ന് കുറച്ച് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മളിങ്ങനെ വെള്ളം ഒന്ന് ചുഴറ്റിയെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള സംഗതികളൊക്കെ നമുക്ക് തേച്ചൊരച്ച് കഴുകാം. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുക ബാച്ചിലേഴ്സിനും അതേപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് ആകും കേട്ടോ. അതേപോലെ ട്രാവൽ പോണ സമയത്തൊക്കെ ഈ ഒരൊറ്റ പാത്രം കൊണ്ടായാൽ മതി. മൾട്ടി പർപ്പസ് ആണ്. നമുക്ക് വെള്ളം തിളപ്പിക്കാനും പിന്നെ അതേപോലെ തന്നെ എഗ്ഗോ പഴമൊക്കെ പുഴുങ്ങിയെടുക്കാനും അതേപോലെ അത്യാവശ്യത്തിന് റൈസ് വെക്കാനും ഒരു 2 കിലോ ക്വാണ്ടിറ്റി റൈസൊക്കെ ഒരു സമയം വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ട്രേയിൽ നമുക്ക് അത്യാവശ്യം ഇഡ്ഡലിയോ കേക്കോ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന മക്കൾക്ക് ചില സമയത്ത് ഹോസ്റ്റലത്തെ ചില നേരത്തൊന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറണ്ടിന് കുത്തി ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കെറ്റിൽ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നല്ല യൂസ്ഫുൾ ആയി കാര്യം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് യാത്ര പോണ സമയത്ത് ചില രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഭക്ഷണം നമുക്ക് പറ്റൂല. അപ്പം അങ്ങനെ ഒരു പ്ലഗൊക്കെ കറണ്ട് കുത്തി ഉപയോഗിക്കാനൊരു പ്ലഗൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയി കാര്യം ഈ ഒരു സാധനം കേട്ടോ. പിന്നെ നമുക്ക് വീട്ടമ്മമാർക്കും ഉപയോഗിക്കാം കേട്ടോ. രാവിലെ നമുക്ക് ഒരുപാട് പണികൾ കാരണം കിച്ചണിൽ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റീം ചെയ്യാനോ ബോയിൽ ചെയ്യാനോ അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനുള്ള റെസിപ്പീസ് ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് എത്രയാണ് വില എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇത് ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ ബൈ.